തിത്തിത്താര തിത്തിത്തേ കിടക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ആ തിത്തിത്താര തിത്തിത്തേ അതുപോലെ വെക്കുമ്പോഴെന്ന് പറഞ്ഞു. ഞാൻ ഹരീഷിനോട് എങ്ങനെയാണ് ഈ അമ്മ മരിച്ചിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ തിത്തിത്താര തിത്തിത്തേ വെക്കാന്ന്. ഇത് എഴുതിയിട്ട് പിന്നെ ഷാനിക്ക് എന്നെ വിളിച്ച് പറയുന്നത് പാട്ട് ഓക്കെ ആയോ ഇല്ലയോ ഒന്നല്ല, മാൻ വെൽക്കം ടു അവർ ടീം എന്നാണ് ഷാനിക്ക ഉപയോഗിച്ച വാക്ക്. ഒരു അനിയത്തിയായിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പം. അപ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും ഒരു ആങ്ങള പെങ്ങള ബന്ധം എന്ന് പറയും. പക്ഷേ ഈ വിരഹം ക്ഷണികമല്ലേ എന്നു നീ എന്ന അരികിലെന്ന് ഏതൊരു ആങ്ങളയ്ക്കും കണക്റ്റ് ആവുന്ന ഒരു വരികയാണ്. ഒരാൾ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് പെൺകുട്ടിയെക്കുറിച്ച് പലതരത്തിൽ അയാളുടെ എന്താ പറയുക എസ്തെറ്റിക്സും അയാളുടെ വായനയും ഇൻ്റലക്ച്വൽ നിലവാരമൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള കൺസെപ്റ്റുകളായിരിക്കും ഈ ആ രീതിയിലൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടിയെ കാണുക. പക്ഷേ ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാന്നുള്ളത് ഏതൊരാളെയും തൊടുന്നൊരു പരിപാടിയാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. താലോലം തീരാതെ എന്ന് പറഞ്ഞിട്ട് സോളോല പാട്ടുണ്ട്. എനിക്കത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള പാട്ടാണ്. എനിക്ക് ആരും ചോദിച്ചു കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ആ പാട്ട് ഗംഭീര കഥയുള്ളൊരു പാട്ടാണത്. എന്താ വെച്ചാൽ ഞാൻ ഹരീഷ് രാമകൃഷ്ണൻ ഒരു ആ സമയത്ത് ഗംഭീര ഫാനാണ്. ആ സമയത്ത് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ അതുകൊണ്ട് പറയുന്നത് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു മഹഫിൽ കോഴിക്കോട് വെച്ചിട്ട് കണ്ടു. അപ്പോൾ അപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അറിയാമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പാട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ത്രിൽഡായി, ഭയങ്കര എക്സൈറ്റഡായി. ഓക്കെ ഹരീഷിയുടെ കൂടെ പാട്ട് ചെയ്യാം, സന്തോഷം എന്നാണ്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ട്യൂൺ അയച്ചിരുന്നു, ഈ പാട്ടിൻ്റെ ട്യൂൺ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണ് സിനിമ ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ഒരു ഇതാണ്, കുറച്ചുകൂടി ഇൻഡിപെൻഡൻറ്റ് പരിപാടിയാണ്. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇതായി സിറ്റുവേഷൻ പറയുന്നില്ല, മനു ട്യൂണ് കേട്ടിട്ട് മനു എന്തൊക്കെ സിറ്റുവേഷനാണ് തോന്നുന്നത്, എന്നിട്ട് നിൻ്റെ ജസ്റ്റ് ഒരു ആലാപ് പോലത്തെ ജസ്റ്റ് ട്യൂൺ മാത്രം പാടിയിട്ട് എനിക്കൊരു ട്രാക്ക് അയച്ചു തരാം. അപ്പം ഞാൻ കേട്ടിട്ട് ഞാൻ ഹരീഷിനെ വിളിച്ച് ചോദിച്ചു, ഹരീഷ്ജി എനിക്ക് കിട്ടിയൊരു വിഷ്വൽ ഇതാണ്. ഒരു കല്യാണ ദിവസം രാവിലെ ഒരു പെൺകുട്ടി ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് ഇങ്ങനെ ഒരു കാടിൻ്റെ നടുക്കൊക്കെ ഉള്ളൊരു ആറിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു എന്നൊക്കെ പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. അപ്പോൾ ഋഷി ഭയങ്കര സന്തോഷം ഇവിടെ വന്ന് മനു കല്യാണ ദിവസം രാവിലെയുള്ള പാട്ടാണിത് പറഞ്ഞത്. അപ്പം ഞാനും അപ്പോൾ ഇടാൻ അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ നമ്മളെ മ്യൂസിക്കൊക്കെ പരിപാടി കിട്ടുന്നുണ്ടല്ലേ എന്നൊക്കെ വന്ന്. ഓക്കെ. അപ്പം അങ്ങനെ എഴുതി തുടങ്ങി എനിക്കൊന്ന് പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ഇങ്ങനെ ആയപ്പോൾ ഇതേ വിളിച്ചിട്ട് എഴുതിയെന്ന് ചോദിച്ചു. അങ്ങനെ എഴുതട്ടെ, കുറച്ച് കൺഫ്യൂഷനുണ്ട്. ഓക്കെ, ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളോ അല്ലെ ചെറിയ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടാവുമെന്ന്. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ. പക്ഷേ എന്നോട് പറഞ്ഞാൽ സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, എന്താ പുതിയ സിറ്റുവേഷൻ കേട്ടപ്പോൾ എന്നോട് പറയാം. അതായത് കല്യാണം കഴിഞ്ഞു, ഈ കുട്ടിയുടെ ഡെലിവറിയുടെ സമയത്ത് ഈ അമ്മ മരിക്കുകയാണ്. അപ്പോൾ അമ്മ മരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത്രയും പോസിറ്റീവായിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാറിയിട്ട് പക്ക ഡാർക്കായിട്ടുള്ള ഈ പറഞ്ഞ അമ്മ മരിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് അമ്മ ഡെലിവറിയുടെ സമയത്ത് അമ്മ മരിക്കുന്ന അമ്മ ആ കുഞ്ഞിനെ ഇയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് വെച്ചിട്ട് പോകുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് സോങ്ങാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ കംപ്ലീറ്റ്, കാരണം നമ്മൾ മറ്റേത് ഇങ്ങനെ കൺസീവ് ചെയ്തിരിക്കുകയാണല്ലോ, നല്ലൊരു രസമുള്ള ഒരു ആംബിയൻസ് ഉണ്ട് അതിന്, അത്രയും രസമായിട്ട് എഴുതാം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് കട്ട ഡാർക്ക് പരിപാടികൾ വരുന്നത്. അതും അതിൻ്റെ രസം എന്ന് വെച്ചാൽ ഈ ട്യൂണിലൊരു തിത്തിത്താര തിത്തിത്തേ കിടക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ആ തിത്തിത്താര തിത്തിത്തേ അതുപോലെ വെക്കുമ്പോഴെന്ന് പറഞ്ഞു. ഞാൻ ഹരീഷിനോട് എങ്ങനെയാണ് ഈ അമ്മ മരിച്ചിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ തിത്തിത്താര തിത്തിത്തേ വെക്കാന്ന്. അപ്പോൾ പറഞ്ഞു അല്ല, അവിടെ നമുക്കൊരു ചെറിയൊരു പോസിറ്റിവിറ്റി കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ആൻഡ് അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് എഴുതി ഒപ്പിക്കാൻ പറ്റി. ആനന്ദത്തോണികൾ നാം പണിയും എന്നൊക്കെ പറഞ്ഞു. അതായത് അവർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് അവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതി നമ്മളൊന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള താങ്ക് യു ആ പാട്ട് ചോദിച്ചത്. പിന്നെ എനിക്കൊന്ന് എല്ലാവരും ഓണത്തിന് കണ്ടിന്യൂസ്ലി വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാലത്തിന് ശേഷം കിട്ടിയ ഓണപ്പാട്ടാവുന്നതിൻ്റെയും കൂടിയാണ്. അല്ല, ആ പാട്ടിനെ കുറിച്ച് പറയാനുള്ള എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
എനിക്കറിയാം. ട്യൂൺ ഇടാതെ എഴുതിയ പാട്ടാണ്. ഒരു ഒറ്റ ഫോൺ കോളിൽ പെട്ടെന്ന് ഞാൻ ചോദിച്ചതാണ്, തിരുവാവണി രാവ് മനസ്സക നിലവും തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ഞാൻ ബ്രീഫാക്കി പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ അത് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കുറച്ച് വന്നു, 2 ദിവസമല്ല, ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട്, നീ എനിക്ക് രാമായണം എഴുതി തന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വരികൾ എടുത്തിട്ട് ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, കേട്ടു നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് തിരുവാവണി രാവ് ഞാൻ ആദ്യം കേൾക്കുന്നത്. തിരുവാവണി രാവ് ഇതൊക്കെ പറയുമ്പോഴും ഈ ഷാൻ റഹ്മാനായിട്ടുള്ള കൊളാബറേഷൻ കാലങ്ങളോളം ഫസ്റ്റ് മുതൽക്ക് ഇങ്ങോളം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആത്മബന്ധം കൂടുമ്പം വർക്കിൻ്റെ ക്വാളിറ്റി കൂടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ആകമത്തെ ഒരു ജേർണി എങ്ങനെയാണ് നിങ്ങളുടെ ഇടയ്ക്കുള്ളത്? അല്ല, ഇത് പറയുന്ന സമയത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ആണ് ഇവരുടെ ഷാനിക്കയുടെ ഒക്കെ ഒരു തുടങ്ങുന്നതും ഈ കോഫി അറ്റ് എംജി റോഡ് പോലെയുള്ള വിനീതേട്ടൻ ഷാനിക്ക കോമ്പിനേഷനുള്ള പാട്ടുകൾ വരുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പം അഗെയിൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഥുനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച സമയത്ത് കുറേ കാലത്തിന് ശേഷമാണ് മിഥുനൻ്റെ സ്കൂൾ സീനിയറായി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വിളിച്ചപ്പോഴാണ് മിഥുൻ ഇങ്ങനെ സിനിമയുടെ പുറകെ ഉണ്ടെന്ന്. അപ്പം മിഥുൻ പറഞ്ഞ കൂട്ടത്തിൽ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച പേര് മ്യൂസിക് ഷാൻ റഹ്മാനാണ്. അതായത് അവരുടെ ഇപ്പോൾ ഓം ശാന്തി വശാനയുടെ ഓലക്കുടയും കുമ്പു പണ്ടേന്നായിരുന്ന ആ സമയത്ത് അതിന് പേരിട്ടിരുന്നു. അപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ ആ സിനിമയുടെ ഭാഗമായിരിക്കുന്നു. കാരണം പിന്നെ അതിനുശേഷം ഓർമ്മയുടെ മുഖം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഓർമ്മയുടെ മുഖമാണെന്ന് തോന്നുന്നു എനിക്ക്. ലൈക്ക് ഒരു വേറെ ആരോ എഴുതിയിരുന്നു അതിൻ്റെ അകത്ത് ഒരു പാട്ട്. അപ്പോൾ അതത്ര ഇതായില്ല. അപ്പം അങ്ങനെ ഷാനിക്കാണെന്ന് വിനീതൻ്റെ അടുത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് എഴുതിയൊരു കക്ഷിയുണ്ട്, ഓം ശാന്തി അവസാനം എഴുതിയ ഒരാളുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്യൂൺ അയച്ചിരുന്നു. അപ്പം ഷാനിക്ക് എന്നോട് പറയുന്നത് എങ്ങനെയാണ്, നീ ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പോകുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട, ഞാനൊരു ട്യൂൺ അയച്ചു തരാം, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അത് പറയുമ്പോഴും ഇത് വർക്കാവുകയാണെങ്കിൽ ഈ പാട്ടിലെ ഇനിയുള്ള കുറച്ച് പാട്ടുകൾ നീ എഴുതും, വിനീത് ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനെയും പാട്ട് നീ എഴുതും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു ഇതല്ലേ, കാരണം വിനീത് ശ്രീനിവാസൻ അപ്പുറത്തെ ആ സമയത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓർമ്മയുണ്ടായ മുഖത്തിലെ ദൂരെ ദൂരെ എന്നുള്ളൊരു പാട്ട് എഴുതുന്നത്. അപ്പം ഇത് എഴുതിയിട്ട് പിന്നെ ഷാനിക്ക് എന്നെ വിളിച്ച് പറയുന്ന പാട്ട് ഓക്കെ ആയോ ഇല്ലയോ എന്നൊന്നല്ല, മാൻ വെൽക്കം ടു അവർ ടീം എന്നാണ് ഷാനിക്ക ഉപയോഗിച്ച വാക്ക്. അപ്പോഴും നമുക്കറിയില്ല ഇത് എത്രത്തോളം നീളുന്നൊരു ജേണിയാണ്. ഞങ്ങളിപ്പോൾ ഒരു 30 സിനിമകൾ ഒരുമിച്ച് ചെയ്തു. അതിനകത്ത് പല തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതാണ് അതിൻ്റെ അകത്ത് ഒരു എക്സൈറ്റിങ് കാര്യമായിട്ട് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ മന്ദാരമയിൽ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ ആട് എൻറ്റയർലി വേറൊരു പരിപാടികൾ പിടിച്ചു. പിന്നെ അഗെയിൻ തിരുവാവണി രാവ്, പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പ്യാരിലെ എൻ്റെ നാമപൂത്തെ പോലത്തെ പാട്ട്, പിന്നെ വേട്ടയിലെ രാവുമായരെ പോലത്തെ പാട്ടുകൾ, പിന്നെ കൃപാകരി, പിന്നെ ഉയരെ. അതാണ് പല തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതിലാണ് സന്തോഷം. പിന്നെ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങുന്ന സമയം നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത്, അപ്പോൾ ഷാനിക്ക് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു വാക്ക് വരുന്ന സമയത്ത് നമ്മൾ മൊത്തം സിനിമ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളൊരു ഹൈയിലേക്ക് പോകുന്നൊരു സംഗതിയാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ള ഈ അങ്ങനെ പാടാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഷാനിക്കയാണ് നമുക്ക് ആദ്യം ഒരു ഗൈഡൻസ് തരുന്നത്. അപ്പം അത് പിന്നെ ഒരു യാത്ര പല 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 പിന്നെ ഇപ്പം സംഭവിച്ചത് ഇപ്പം അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എന്നുള്ളൊരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ ഷാനിക്ക പറയും നമുക്കൊരു കാര്യം ചെയ്യാൻ എഴുതിയിട്ട് കമ്പോസ് ചെയ്യാം എന്നൊക്കെയുള്ള ഫ്രീഡം. തിരുവാവണി രാമങ്ങൾ എഴുതിയിട്ട് കമ്പോസ് ചെയ്തതാണ്. ആടിലെ ഈ ബിറ്റ് സോങ്സ് പലതും നമ്മൾ എഴുതിയിട്ട് കമ്പോസ് ചെയ്തതാണ്, തിരിച്ചെഴുതിയിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഈവൻ കുടുക്ക് പോലും അങ്ങനത്തെ ഒരു പരിപാടി. ഈ ഓപ്പൺ ആയിട്ട്, അതായത് നമ്മൾ എഴുതി തുടങ്ങിയിട്ട് ട്യൂൺ ചെയ്യുന്നതും ട്യൂൺ ചെയ്തിട്ട് എഴുതുന്നതും രണ്ട് പ്രോസസ്സാണല്ലോ. ഇതിൽ ഏതാ ചേട്ടന് എളുപ്പം? ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയിട്ട് കമ്പോസ് ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ് അധികം എന്നല്ല, ഈവൻ നമ്മളൊന്നും മെൻഷൻ ചെയ്യാൻ പോലും പാകത്തിലില്ല. എല്ലാം നമ്മൾ ട്യൂൺ ഇട്ടിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പം ഇതിൽ ഇപ്പം നമുക്കൊരു
പർട്ടിക്കുലർ ഒരു ലവ് സോങ് നിങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം അത് എങ്ങനെയും എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് സംവിധായകൻ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. നമുക്ക് എങ്ങനെ ലെങ്ത്തുള്ള വാക്കുകൾ വയ്ക്കണം, നമ്മളുടെ ഇഷ്ടത്തിനല്ലല്ലോ. ഒരു സിനിമയുടെ ഒരു ഇതിൻ്റെ അകത്താണല്ലോ. അപ്പം നേരെ മറിച്ച് ഒരു താന നാന എന്നൊരു ഫ്രേസിങ് തന്നു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാണ് കുറച്ചുകൂടി. ചേട്ടൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ടുള്ള ലൈക്ക് ഒരു ഗുരു എന്നുള്ള നിലയിലൊക്കെ പോലെ സംസാരിച്ച് കേട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ, അതായത് ഓക്കെ ട്രിവ്യകൾ കുറേ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ, ഈ വരിയിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു നാലെണ്ണം പറഞ്ഞിട്ട് എനിക്ക് ആരോടും പറയാത്തതാണ്. ആരോടും പറയാത്തതെന്ന് പറഞ്ഞാൽ ഇത് ആരോടും പറഞ്ഞിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അത് ഏത് നാലെണ്ണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഗിരീഷേട്ടനെ പറ്റി പറയുന്ന സമയത്ത് സിനിമയിൽ എന്ത് വേണം, സിനിമയുടെ ഒരു പോയിന്റിൽ ഒരു പാട്ടിൻ്റെ ധർമ്മം എന്താണ്, പർപ്പസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അത്രയും ഒരു ധാരണ ഉണ്ടാവുക. അവിടെ ഒരു പക്ഷേ ഒരു കവിക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, ഒരു പാട്ടെഴുത്തുകാരനെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കവിയായിരിക്കുകയോ നമ്മളുടെ ഏറ്റവും ഭയങ്കര ഇമേജറീസോ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുക. നേരെ മറിച്ച് അപ്പോൾ ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേദാന്തിക്കും തവളപിടുത്തക്കാരനും വേണ്ടിയിട്ട് നമ്മൾ പാട്ട് എഴുതേണ്ടി വരും, രണ്ട് ഭാഷയാണ്, 2 പേനയാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ പാട്ടിൽ ഒരു രംഗത്ത് നമുക്ക് എന്താണ് ആ പാട്ടിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളൊരു സംഗതി, അത് എന്താ പറയുക, അതിൻ്റെ അകത്ത് വേറൊരു മാജിക് കൂടിയുണ്ട്. ഇപ്പം 4 എണ്ണമൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പറയുന്നുള്ളതാണ്. കാരണം ഏത് പാട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഒരു എന്തെങ്കിലും സംഗതി ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, വേറൊരു തരത്തിലുള്ള പാട്ടിൻ്റെ അല്ല, പക്ഷെ വേറൊരു സാധനം. ഇപ്പം നമ്മൾ ഒരു പാട്ട് ഞാൻ പറയാം, തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു പാട്ട് ഞാൻ പറയാം, ഈ പാട്ട് നമ്മൾ ന്യായപ്രകാരം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പാട്ട് ആ സിറ്റുവേഷനിലുള്ള സമയത്ത് അവിടെ വരാൻ സാധ്യതയില്ല, നോർമലി ആലോചിക്കുകയാണെങ്കിൽ. ഓക്കെ, അഥവാ ആ പാട്ട് വന്നു കഴിഞ്ഞാലും ആ ക്യാരക്ടർ ആ പാട്ട് പാടാൻ സാധ്യതയില്ല. ഇനി ആ ക്യാരക്ടർ ആ പാട്ട് പാടിയാലും അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി അങ്ങനത്തെ ഒരു പാട്ട് പാടിയാലും അവിടെ വെച്ചിട്ടൊന്നും ആ പാട്ട് പാടാനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെ പാട്ടുണ്ടായിരുന്നു കുട്ടിക്ക് തൽക്കാലം. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ പാട്ടിൽ ഒരു വരിക്ക് അടുത്ത വരിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധമില്ല. അങ്ങനത്തെ 12 വരികൾ കൊണ്ടാണ് ഈ പാട്ടുണ്ടാക്കി, 16 വരികൾ കൊണ്ടാണ് ഈ പാട്ടുണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. സൂത്രപ്പണിയാണ്. ഓക്കെ, ഭയങ്കര സൂത്രപ്പണിയാണ് ഈ പാട്ട്. ഓക്കെ, പാട്ട് ഞാൻ പറയാം, അമ്മൂമ്മക്കിളി വായാടി എന്നുള്ള പാട്ടാണ്. ഓക്കെ, അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ വേറെ കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പാട്ടാണെങ്കിൽ പോലും ഈ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, മറ്റേ സ്വന്തം സിസ്റ്ററിനെ പോലെ കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ സിസ്റ്ററായിട്ട് തന്നെ കാണുന്ന ഒരാൾ ഇവിടെ ആക്സിഡൻറ്റ് പറ്റി കോമയിൽ കിടക്കുകയാണ്. ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പൂജാപത്രയുടെ അനിയത്തി പോലത്തെ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്, അമ്മൂമ്മക്കിളി വായാടി അല്ലെങ്കിൽ പൊമ്പഴത്താന്തോന്നി പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സമയത്ത് അവിടെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഓക്കെ അങ്ങനെ ഒരു പാട്ട് അവിടെ ഒരു സിനിമയുടെ ഒരു ഒഴുക്കിന് വേണ്ടി അവിടെ വെച്ചെന്ന് വിചാരിച്ചു. ഈ പെൺകുട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയെ നമ്മൾ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ അവിടെ പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് MBBS കഴിഞ്ഞ് പുറത്തൊക്കെ പോയി പഠിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ പാടുകയാണ് അമ്മാനം കടവത്തെ എണ്ണാർക്കണ്ണൻ അഹങ്കാരി എന്ന്. 3ാമത്തെ കാര്യം, ഇത് മാർവാടികളുടെ മുകളിൽ ഇടയിലിരുന്ന് ബസ്സിൻ്റെ മുകളിൽ കയറി പാടുന്നു. ഓക്കെ, അത് പോട്ടെ. ആൻഡ് ഇതിൻ്റെ പാട്ട് വെച്ചതിൻ്റെ ഏറ്റവും രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, അമ്മൂമ്മക്കിളി വായാടി. ഓക്കെ, അല്ലെങ്കിൽ പൊമ്പഴത്താന്ന് തോന്നി, കുഴപ്പമില്ല. അമ്മാനം കടവത്തെ അണ്ണാർക്കണ്ണൻ അഹങ്കാരി. ഓക്കെ, ഒരു അണ്ണാർക്കണ്ണനൊക്കെ അഹങ്കാരി എന്ന് വിളിക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഭയങ്കര വേറെ ലെവൽ ക്രേസിനെസ് ഉണ്ട്. കന്നിനിലാവോ കാണാൻ കുയിലെ നിന്നെപ്പോലെ കന്നിനിലാവോ ചിങ്കാരി, അതിൽ ഇഷ്ടം കൂടാൻ പിന്നാരി. ഇത്രയും പറഞ്ഞു വെച്ചു. പിന്നെ അടുത്ത വരി എന്ന് പറഞ്ഞാൽ, കാക്കാലം ഞെണ്ടിനെ മെല്ലെ കടക്കണ്ണ ചൂണ്ടയിടും നിലത്താരം ഒരാട്ടക്കാരി.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാനങ്കടവത്തെ അണ്ണാർക്കണ്ണൻ അമ്മൂമ്മക്കിളി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു അപ്പം പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു സോങ് പ്ലേസ് ചെയ്യണം. ഒരു കാരണവശാലും ആ കഥയുടെ ആ സമയത്തുള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ട് കൂട്ടി തൊടാൻ പറ്റില്ല. എന്നാൽ ആളുകൾക്ക് ആ കഥ വിട്ടുപോകാനും പാടില്ല. മീൻസ് അതിൻ്റെ അകത്തുനിന്ന് എന്നാൽ ആളുകളെ രസിപ്പിക്കുകയും വേണം. ഇങ്ങനെ എഴുതിയിട്ടുള്ള ഇതേ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ സിറ്റുവേഷൻ അവിടെ തൊട്ടാൻ പറ്റില്ല. ഇതേ കോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രിയദർശനും ബെന്നി ഇഗ്നീഷ്യസും ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്നിട്ട് തന്നെയാണ് തേന്മാങ്കൊമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ പോലൊരു പാട്ട് ഇത്രയധികം സിറ്റുവേഷനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വേറൊരു പാട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അപ്പം ഇവർക്ക് എല്ലാം അറിയാമെന്നുള്ളതാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ അതവരുടെ ഒരു എന്താ പറയുക ഇൻ്റലിജൻസിൽ അത്രയും ക്രേസി ആയിട്ടുള്ള ഒരു എഴുത്ത്. അപ്പം അതൊക്കെയാണ് നമ്മൾ അവരിൽ നിന്ന് ഒരു എന്താ പറയുക നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പറയാൻ സംഗതി. പിന്നെ പാട്ടിൻ്റെ ഓരോ വരിയിലെ ഇമേജസും വെച്ച് നോക്കുമ്പോൾ ഗിരീഷാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പറയാതെ പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുക. ഏറ്റവും സിമ്പിളായിട്ടെന്ന് പറയുന്ന സമയത്ത് അത് ബാക്കിയുള്ള പോയറ്റിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽ ഒരൊറ്റ വരിയിലായിരിക്കും ചിലപ്പം ഈ സംഗതി പറയാം. ഇപ്പോൾ ഒരു അനിയത്തിയായിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പം. അപ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും ഒരു ആങ്ങള പെങ്ങള ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിരഹം ക്ഷണികമല്ലേ എന്നു നീ എന്നെ അരികിലില്ലെന്ന് ഏതൊരു ആങ്ങളയ്ക്കും കണക്റ്റ് ആവുന്നൊരു വരിയാണ്. ഒരാൾ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് പെൺകുട്ടിയെക്കുറിച്ച് പലതരത്തിൽ അയാളുടെ എന്താ പറയുക എസ്തെറ്റിക്സും അയാളുടെ വായനയും ഇൻ്റലക്ച്വൽ നിലവാരമൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള കൺസെപ്റ്റുകളായിരിക്കും ഈ ആ രീതിയിലൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടിയെ കാണുക. പക്ഷേ ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാന്നുള്ളത് ഏതൊരാളെയും തൊടുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഈ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 95% ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനം ആയിക്കോളണമെന്നില്ല. ഒരാളുടെ തീരുമാനമായിരിക്കും, മറ്റേ ആൾ അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് കിനാവുമായി പറന്നു പോവതെങ്കിൽ നീ മാത്രം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ ഗിരീഷയുടെ പാട്ടുകളെ പറ്റി പറഞ്ഞാൽ നമ്മൾ അത് തന്നെ വേറൊരു എപ്പിസോഡ് എടുക്കാനുണ്ട്. അപ്പം എന്താ പറയുക, പിന്നെ എന്തും വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്ന സാധനം എന്തും എഴുതി കളയുക. അപ്പം ആകാശദീപങ്ങൾ സാക്ഷി എന്നുള്ള പേജ് മറച്ചിട്ടായിരിക്കും ഇദ്ദേഹം അതേ സിനിമയിൽ തന്നെ അടടമീസ കൗണ്ടറെ മുരസ് മുട്ടിപ്പാടടെ തായ്മൊഴിയിൽ താളമേളം അങ്കാണെന്ന് എഴുതുക. തൊട്ടടുത്ത വരിയിലായിരിക്കും പൊട്ടുകുത്തടി പുടവ് ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണേന്ന്. അതിൻ്റെ തൊട്ടടുത്ത വരിയിലായിരിക്കും മറ്റേ ആറ്റോര മഴകോരം എന്നുള്ള പാട്ട് എഴുതുന്നത്. അപ്പം ഏത് ലെവലിലും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാന്ന് പറയുന്ന. പിന്നെ നമ്മൾ എന്താ പറയുക തമാശ പാട്ടുകൾ എഴുതുമ്പോഴും പറക്കും തളിക ഒരു തമാശ പാട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അത്രയും ഭംഗിയായിട്ട് സിറ്റുവേഷൻ എഴുതിയിട്ടുള്ള കാരണം ആ ബസ്സിൻ്റെ അവസ്ഥ പറയണം. താമരാക്ഷം പിള്ള എന്നുള്ള ബസ്സിൻ്റെ അവസ്ഥ പറയണം. ബസ്സിൻ്റെ അവസ്ഥ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഇവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ട പരിപാടിയാണെന്നുള്ള കാര്യം പറയണം. ഇതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയണം. ഇതിൻ്റെ ഇടയിലുള്ള യഥാർത്ഥ പ്രശ്നം മറ്റേ വീരപ്പൻ കുറുപ്പ് ഒക്കെ അടങ്ങുന്ന പോലീസുകാരുണ്ടാക്കുന്ന പ്രശ്നം പറയണം. അപ്പോഴാണ് ഇത് എഴുതുന്നത് സ്കെലിട്ടൻ ചിരിക്കും പോലെ ചിലമ്പുന്ന മോന്ത എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല. എങ്ങനെയായിരിക്കും ആ ബസ്സിൻ്റെ ഏതാണ്ട് കോലത്ത് പറഞ്ഞ് നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കറക്റ്റാണ് അവിടെ. മഴച്ചാറ്റിലേറ്റാലും വെയിൽക്കാറ്റ് കൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എൻ്റെ കൊട്ടാരം. അവർക്ക് ആ ഇമോഷൻ അത്രയും ഇതാണ്. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം, ഈ പട്ടണ നടുവിൽ പടയോട്ടം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അരച്ചാൻ വയറ്റിൻ്റെ അരിപ്രശ്നമാണല്ലോ, കടം കൊണ്ട് തെണ്ടുന്ന നേരം കറക്കല്ലേ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമയുണ്ട് അതിൻ്റെ അകത്ത്. ആ പാട്ടിൽ എൻറ്റയർ സിനിമയുണ്ട്. അപ്പം അതൊക്കെയാണ് എന്താ പറയുക, ഇത് എല്ലാ തരത്തിലും. അതായത് ഇപ്പം നമ്മൾ തമാശ പാട്ട് പറഞ്ഞു, അതിനെ ഇനിയൊരു ഇപ്പം ചില പാട്ടുകൾക്ക് ഈ പറഞ്ഞതുപോലെ വലിയ അർത്ഥമൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടിങ്ങുകൾ കൊണ്ട് ആ പാട്ട് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ചന്ദനമണി സന്ധ്യകളുടെ എന്നുള്ള പാട്ട്. അപ്പം സൗണ്ടിങ് വെച്ചിട്ടാണോ ആ പാട്ട് അവിടെ പൊലിപ്പിക്കേണ്ടത്, അർത്ഥം വെച്ചിട്ടാണോ അവിടെ പൊലിപ്പിക്കേണ്ടത്, അതല്ല ഇനി ഇമോഷൻസിൻ്റെ വേറെ എന്തെങ്കിലും കഥ പറയുകയാണോ വേണ്ടത്. അപ്പം ഓരോ പാട്ടിൻ്റെയും പർപ്പസ് എന്താണ് ആ സിനിമയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാണ് അതിൻ്റെ അകത്തൊരു കിങ്. പറയാറുണ്ട് ഈ നമ്മളെ ഗിരീഷേട്ടൻ ആ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ
നമ്മൾ മറ്റേ നാഗവല്ലി മറ്റേ ആഭരണം എടുത്ത് കാണിക്കുന്ന മാതിരിയാണ് എന്ന് പറയാം. അങ്ങനെ എന്താ പറയാ, ഇപ്പം ഗിരീഷ് ചേട്ടൻ അല്ലാണ്ട് ഇൻസ്പയർ ചെയ്ത് അല്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. നമുക്ക് മലയാളം എന്ന് പറയുന്നത്, മലയാളത്തിലെ പാട്ടെഴുത്ത് എന്ന് പറയുന്നത് അത്രയും റിച്ച് ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള, അതിപ്പം എന്താ പറയുക, അതിപ്പോൾ നമ്മൾ എണ്ണി തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ വയലാറാണെങ്കിലും ഭാസ്കർ മാഷ് അവിടെ മുതൽ ഇപ്പോൾ എഴുതുന്ന ആൾക്കാർ പോലും നമ്മളെ ഒരുപാട് തരത്തിൽ എക്സൈറ്റ് ചെയ്യിക്കാറുണ്ട്. ഈ സമകാലീനരിൽ ഇഷ്ടമുള്ള ആളുകളായിരിക്കും എല്ലാവരും മീൻസ് അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പം ഹരിനാരായണനാണെങ്കിലും വിനായകാണെങ്കിലും റഫീഖ്ജി ആണെങ്കിലും സുജേഷ് ഹരി ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ എനിക്ക് സുജേഷിനൊക്കെ പുലരിപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് മതി, അത്രയും നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള പോലെ. മറ്റേ എന്താ പറയുക, വിനായകൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഭാഷകൾ, സുഹീൽ കോയ പോലത്തെ ആളുകൾ കൊണ്ടുതരുന്ന ഭാഷകൾ എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്, എല്ലാം അതിൻ്റെതായിട്ടുള്ള രസത്തിൽ. നേരത്തെ നമ്മൾ ചോദിച്ച പോലത്തെ പാട്ടുകൾ ഒരു 2 കൂടെ പറയാം. വാവ് സോങ്. എനിക്ക് ഈ വാവ് എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മളെല്ലാവരും ഉപയോഗിക്കണ വാക്കല്ലേ വാവ് എന്നുള്ളത്. അത് ആ സിനിമയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിന് മുന്നേ എഴുതിയ പാട്ടാണല്ലോ, ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ എഴുതിയ പാട്ട് എഴുതിയ. പക്ഷെ അതൊക്കെ ബേസിൻ്റെ ഒരു, ഇപ്പോൾ ഞാനും ബേസി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ്, അത് നമ്മളിങ്ങനെ സജഷൻസ് അങ്ങോട്ടും പറയും വളരെ കൃത്യമായിട്ട്. അപ്പോൾ ബേസിക് പാട്ട് എഴുതുക പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതാണ്, ഞങ്ങളുടെ ഡിസ്കഷൻസിൻ്റെ ഇടയിൽ എങ്ങനെ സംഭവിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബേസി പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇവളിങ്ങനെ മറ്റേ പോകുന്ന സമയത്ത് തെങ്ങിൻ്റെ മുകളിൽ അപ്പാപ്പൻ വാവ്, അല്ലെങ്കിൽ അവിടെ നിന്ന് പത്രം വായിക്കുന്നവരാണ് വാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഷാനിക്കയും ബേസിയും കൂടി ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ഈ വാവ് എന്നുള്ള സാധനം അവിടെ ഫിക്സ് ചെയ്ത്. ബേസിലായിട്ടുമായിട്ട് കുറേ കുഞ്ഞിരാമായണം ഉണ്ട്, ഗോതയുണ്ട്, മിന്നൽ മുരളി ഉണ്ട്. അത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ബേസിൽ ജോസഫ് എന്നുള്ള ഫിലിം മേക്കർ ഭയങ്കര വിഷണറി ആയിട്ടുള്ള കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കുന്ന തരത്തിലുള്ള ആളാണ്. അവിടേക്കൊരു മ്യൂസീഷ്യനെയും ഒരു എന്താ പറയുക ലിറിസിസ്റ്റിനെയും കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക, കഥ പറച്ചിലിന് കൂട്ടായിട്ടാണല്ലോ വിളിക്കണേ. എല്ലാ ടെക്നീഷ്യൻസിനെയും മൂപ്പര് വിളിക്കുന്നത് ഒക്കെ എൻ്റെ കൂടെ കഥ പറയാൻ നിങ്ങൾ കൂടെ വേണം എന്നുള്ള തരത്തിലല്ലേ. അപ്പം അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതേപോലെ ഇത് എന്താ പറയുക, അയാളുമായിട്ട് റെസണേറ്റ് ചെയ്തു പോകണല്ലോ ആ കഥ പറച്ചിലിനോട്. അതെങ്ങനെയാണ് പ്രത്യേകിച്ച് അവൻ്റെ ക്രേസി അല്ല ബേസിലെടുത്ത് ഈ ഇത് തന്നെയാണ്. ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം ടോട്ടോ പൊട്ടും തൂക്കം എന്നൊക്കെ, ആ തോക്കൊക്കെ നമ്മൾ എടുക്കാൻ കാരണം ഇപ്പോഴത്തെ ബേസി ആണെന്നുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ അപ്പം അയാൾക്ക് എങ്ങനെ അയാളുടെ സിനിമയെ കാണുന്ന രീതി, അയാളുടെ സിനിമകൾ ഉണ്ടാകുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് എങ്ങനത്തെ പാട്ടായിരിക്കും ബേസി ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ബേസിക്ക്. അപ്പം അതിന് നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി ആ ധാരണ. ഇപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ എനിക്ക് ഈ കുഗ്രാമം എന്നുള്ള വാക്ക് കിട്ടുന്നത് പോലെ ഒരിക്കൽ മോളുടെ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സ് പെട്ടെന്ന് ഈ കുഗ്രാമം എന്നുള്ള വാക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ആ സമയത്താണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അതിനായിട്ട് ഇരുന്ന് അങ്ങനെ വാക്ക് കണ്ടുപിടിച്ച്. അപ്പോൾ ഞാൻ ബേസിനെ വിളിച്ചിട്ട്, ബേസി കുഗ്രാമം തുടങ്ങിയാലും കണ്ടോ മറ്റേ പാട്ട്, ഒരൊറ്റ ചിരിയാണ് അപ്പുറത്ത്. അതാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ. എനിക്ക് 3 സിനിമയുള്ളെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതി കൊടുത്ത ഡയറക്ടർ ബേസി ആയിരിക്കും. അതുണ്ട്. അതായത് ഇപ്പം ബേസിലേട്ടൻ എന്താ പറയുക, അപ്ലൈഡ് ആർട്ടാണല്ലോ പാട്ടെഴുത്ത്, അതുപോലെ അപ്ലൈഡ് എഞ്ചിനീയറിംഗ് ആണ് സിനിമ. അതെന്താണെന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു സിനിമയിൽ 5-6 പാട്ടുകൾ എഴുതുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ബേസി ഇത് വേണ്ട, ഇത് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഇപ്പം ഒരു റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ബേസി നിന്ന നിപ്പിൽ പാട്ട് പാടിക്കളയും. ഏത് ലിറിക്ക് പോലും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ നിന്ന നിപ്പിൽ ഒറ്റ ലൈൻ തെറ്റാതെ പാടും. അപ്പം അത്ര അയാൾ ഇൻവോൾവ് ചെയ്തിട്ടാണ്, പാട്ടെഴുത്ത് മാത്രമല്ല ഓരോ പ്രോസസ്സിലും അയാൾ അത്ര ഇൻവോൾവ് ചെയ്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത്രയും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 പാട്ട് ഒരു ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും തമ്മിൽ സംസാരിക്കാതെ ഒരു 5 പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം അത് കൃത്യമായിട്ട് ബേസിൽ അതിൻ്റെ നടുക്കുള്ളതുകൊണ്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച സത്യനന്ദിക്കാട് സാറ് ഇത് കാണുമല്ലോ എന്ന് ആലോചിച്ച് പേടിക്കുന്നതെന്ന് ഈ സത്യനന്ദിക്കാട് സാറിന് വേണ്ടി പാട്ട് എഴുതുന്നത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ കുറേ സീനിയേഴ്സിൻ്റെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് നമ്മളൊക്കെ സിനിമ കാണാൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സിനിമ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. അപ്പം അങ്ങനെ ഇപ്പം ലാൽ ജോസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി,
ജോഷി സാറിൻ്റെ സിനിമയിൽ എഴുതി, സിബി മലയിൽ സാറിൻ്റെ പാട്ട് എഴുതി. അപ്പം ആ ശ്രേണിയിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സത്യൻ സാറിന് ഓഫ് കോഴ്സ്. അപ്പോൾ സത്യൻ സാറിൻ്റെ ഇപ്പോഴത്തേക്കൊരു വിളി വരിക എന്ന് പറയുമ്പോൾ ഒരേപോലെ നമുക്ക് അത്ര എക്സൈറ്റിങ്ങുമാണ് ടെൻഷനുമാണ്. നമുക്ക് നമ്മൾ വിളിക്കുന്ന സമയം അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ലെവലാണെന്ന് നമുക്കറിയാം. പക്ഷേ ചെന്നിരുന്ന ആള് എന്നോട് പറഞ്ഞത് ഇതിൽ വലിയ സംഭവമൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അത് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്നൊരു അത്രയൊരു റിലീഫാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അബദ്ധമായി പോകരുത് എന്നുള്ള കാര്യമേ ഉള്ളൂ ബേസിക്കലി. ബാക്കി ഇതൊക്കെ നമുക്ക് ഏതാണ്ട് അറിയാമല്ലോ. അപ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടി. ഓക്കെ, സാധനത്തിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളതായിരിക്കും. പക്ഷേ എഴുതി കൊടുത്തതിൻ്റെ അകത്ത് ഫസ്റ്റ് വരെ നമ്മൾ പറയുമ്പോൾ തന്നെ സാർ കറക്റ്റ് അത് തന്നെയാണ് അതിൻ്റെ മീറ്റർ. അപ്പം അത് രസമുണ്ട്. എന്നിട്ട് അത് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ആൻഡ് നമ്മളെ തന്നെ വേറൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള സജഷൻസാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോരോ ടെക്സ്റ്റ് ബുക്സ് ആണല്ലോ അവരൊക്കെ, എന്തുകൊണ്ടാണ് അവരൊക്കെ ഇപ്പോഴും അത്രയും ലൈവായിട്ട് സിനിമകൾ ചെയ്യുന്നത്? ഒന്ന് അവരുടെ ആ സിനിമയോടുള്ള പാഷൻ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, എന്താണ് നമ്മുടെ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, അവർ വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ക്ലാരിറ്റി, അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. 3 പാട്ടുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും വളരെ സന്തോഷം. താങ്ക് യു. പാട്ടെഴുത്തുകൾ തുടരട്ടെ. പുതിയ വാക്കുകൾ, സാധാരണ വാക്കുകൾ ഞങ്ങൾ വീണ്ടും കേൾക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.